ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിവിധ സ്റ്റേറ്റിൽ നിന്ന്, പ്രത്യേകമായ ഹൂസ്റ്റണിൽ നിന്ന്, ഹല്ലേലൂയ, ബെറ്റി ഫാമിലി, അതുപോലെ പല പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ കർത്താവിന്റെ ഭുജം ഇന്ന് എല്ലാവർക്കായും ഹല്ലേലൂയ ആഗ്രഹത്തോടെ വന്ന സകലർക്കു വേണ്ടിയും വ്യാപരിപ്പാനായി പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമായി ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് ഈ ഓൺലൈൻ പ്രേയറിൽ കൂടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരാഴ്ചയുടെ നാം ഓടിത്തീർക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ബലത്തിനായി കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ ഇത്ര നല്ലവനാ പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഇത്ര നല്ലവനായ ഒരു കർത്താവിനെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ എല്ലാവരെയും നടത്തുവാനായിട്ടിടയായി. ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അത് പറയുമ്പോൾ നമ്മെ നടത്തിയ കർത്താവിന്റെ പരിപാലനമോർത്ത് നമുക്ക് ഒരുമിച്ച് ഒരിക്കലൂടെ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മെ കാണാഞ്ഞിട്ടല്ല, അവൻ തന്റെ ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിക്കാഞ്ഞിട്ടല്ല, വീഴുവാൻ തക്കവണ്ണം അവൻ നമ്മെ തള്ളാഞ്ഞിട്ടല്ല, എന്നാൽ അവന്റെ ആയുധങ്ങളും അവന്റെ കെണികളും തന്ത്രങ്ങളും ഹല്ലേലൂയ നമ്മിൽ ഫലിക്കാതവാമെന്ന് നമ്മെ സൂക്ഷിച്ച ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നടത്തിയ ദൈവിക വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ നാം എത്രമാത്രം ഇന്ന് രാത്രിയിൽ കർത്താവിന് മഹത്വം അർപ്പിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ സ്തോത്രയാഗം ഒന്ന് താഴ്ത്തിയ ഉറച്ച ശബ്ദത്തോടെ ഇത്രത്തോളം നടത്തിയ ദൈവത്തെ, ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തെ, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ, ഹല്ലേലൂയ, ആ പരിപാലനത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും കരമുയർത്തി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും തുടർന്നുള്ള അല്പസമയങ്ങള് നാം ദൈവവചനത്തിലൂടെ ഒരുമിച്ച് ചിന്തിപ്പാനായി പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ വിശുദ്ധ ബൈബിൾ ഉണ്ട് എന്ന്, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിൾ ഒന്ന് തുറന്ന് നമുക്ക് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങള് ഇന്ന് രാത്രിയിൽ ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് ഇന്ന് രാത്രിയിൽ എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ നമ്മുടെ മുമ്പാകെ സമയമില്ലെങ്കിലും നിങ്ങൾ ദൈവമക്കൾ എല്ലാവരും ആ വാക്യങ്ങള് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. എസെക്കിയേൽ പ്രവചനത്തിൽ വളരെ വളരെ വിലമതിക്കുന്ന, വളരെ അനുഗ്രഹിക്കപ്പെട്ട, എക്കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ദൈവഭക്തന്മാരെ വളരെ ശക്തീകരിച്ചിട്ടുള്ളതായ ഒരു വിശേഷമായ വേദഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ വേദഭാഗത്തെ ചില വാക്യങ്ങൾ എല്ലാവരുടെയും അറിവിനും കേൾവിക്കുമായി ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. 37-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യത്തിലേക്ക്, 3-ാം വാക്യത്തിലേക്ക്, അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അതിന് ഞാൻ യഹോവയായ കർത്താവേ,
നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ ഒരു സൈന്യമായി നിവർന്ന് നിന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗത്തിനായി എല്ലാവരും ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. ഈ വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്, പലപ്പോഴും നാം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ആഴമായി ഒന്ന് ഇടപെടേണ്ടതിനായി, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമായ ഒരു സന്ദേശം ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിപ്പാനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓ ഗ്ലോറി. നല്ല ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഒരിക്കലൂടെ തൃക്കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ വായിച്ച ഈ വേദഭാഗത്തിനായി സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രിയോട് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. വചനത്തിന്റെ ആ ശക്തി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ വചനത്തിന്റെ വിടുതൽ ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക്, ഹല്ലേലൂയ, മനസ്സിലേക്ക് ആഴമായി പതിയപ്പെട്ട് വചനത്തിന്റെ ജീവനോടെ എഴുന്നേൽപ്പാൻ ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. സകലതും യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തെ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായി നാം വായിപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിലെ 37-ാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ അധ്യായങ്ങളിൽ വലിയ പ്രത്യേക 37-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വിളംബരം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ആ കരമുയർത്തി ഒന്നുകൂടെ എന്നോട് ചേർന്ന് ഇന്ന് രാത്രി പറയുവാനായി ആഗ്രഹിക്കുന്നവർ ആ കരമുയർത്തി ഒന്നെന്നോട് ചേർന്ന് പറഞ്ഞാട്ട്: അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കലൂടെ ഒന്ന് ശക്തിയോട് പറഞ്ഞാട്ട്: അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ വായിച്ച വേദഭാഗത്തിന്റെ സന്ദേശം അതുതന്നെയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയോട് ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിക്കുന്ന സകല വിശുദ്ധന്മാരോടും വിളംബരം ചെയ്ത് പറയുന്നു: നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം സേവിക്കുന്ന, നാം പിൻപറ്റുന്ന, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായ ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വേദഭാഗത്ത് ഞാൻ ചുരുക്ക വാക്കുകളിൽ ആ ദൈവത്തിന്റെ ആ മഹത്വത്തെ പറയുമ്പോൾ, ഹല്ലേലൂയ, ഓരോ വാക്കുകളിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, ജീവനില്ലാത്തവയ്ക്ക്, ഹല്ലേലൂയ, ജീവൻ നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചിതറപ്പെട്ട് കിടക്കുന്ന പലതിനെ ഒന്നിച്ചാക്കുവാൻ, വ്യാപരിപ്പിക്കുവാൻ ദൈവശക്തി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റവും ഉണങ്ങിയെന്ന് തോന്നിയ മേഖലകളെ, ഹല്ലേലൂയ, പുനരുദ്ധരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കഴിവില്ലാത്ത ചിലതിനെ ഒരു സൈന്യമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, ശക്തിയുള്ള ഒരു ദൈവത്തെയാ ഇന്ന് രാത്രിയിൽ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരും ഇന്ന് രാത്രിയിൽ മൗനമായിരിക്കാതെ ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ജീവനില്ലാത്ത ചില മേഖലകളുടെ മേൽ
നിർജീവമാക്കപ്പെട്ട ചില മേഖലകളിലേക്ക് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവശക്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരുമപ്പെടുവാൻ കഴിയാതെ, ഒന്നിക്കുവാൻ കഴിയാതെ ചിതറപ്പെട്ട് കിടക്കുന്ന ചില അത്തിക്കൂമ്പാരങ്ങളെ ഇന്ന് രാത്രിയിൽ ഒന്നിപ്പിക്കുവാനായി, ഹല്ലേലൂയ, ഒന്നാക്കുവാനായി വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ദൈവമക്കൾ ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രതീക്ഷ അറ്റുപോയ, അശേഷം ഇനിയും പ്രത്യാശയ്ക്ക് വകയില്ലാത്തതായ, അയ്യോ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയതായ ചില മേഖലകളിലേക്ക് ഇന്ന് രാത്രി അസാധ്യതകളെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ദൈവശക്തി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ, ഹല്ലേലൂയ, സാധ്യമേ, എല്ലാം സാധ്യമേ എൻ ദൈവം കൂടെ ഉള്ളതിനാൽ. ഹല്ലേലൂയ. ഉടമന ശന്തലാരക ധുനാരവ. അതെ, ഒന്നുകൂടെ ചേർന്ന് ദൈവമക്കൾ പറഞ്ഞാട്ട്, സാധ്യമേ, എല്ലാ സാധ്യമേ എൻ ദൈവം കൂടെ ഉള്ളതിനാൽ. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും മേഖലകൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളെ വേദനപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം കലക്കിയിട്ടുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹല്ലേലൂയ. ആ മഹത്വവാനായ ദൈവത്തിന്റെ കരം നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ വ്യാപരിപ്പാനായി പോകുകയാണ്. ഹല്ലേലൂയ. അന്തരാജലരകം ഭൗഷകലരകെ അന്താരകം ബൗഡകാരക ശബ്ദ ഗൗഡാരക. വിശ്വസിക്കുന്നവർ ആത്മാവില് അല്പസമയമൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ വചന ശുശ്രൂഷ, ഈ വചന ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാത്ത വകയില്ലാത്ത ചില മേഖലകളിലേക്ക്, ലോകം കൈവിട്ട ചില മേഖലകളിലേക്ക്, വൈദ്യശാസ്ത്രം കൈവിട്ട ചില മേഖലകളിലേക്ക്, ഹല്ലേലൂയ, ഉറ്റവരും ഉടയവരും ഒരുപോലെ പറഞ്ഞു ഇനിയും അതിന് വിടുതലില്ല എന്ന് പറഞ്ഞ മേഖലകളിലേക്ക്, നിങ്ങളുടെ സ്നേഹിതൻ നിങ്ങളെ പുച്ഛിച്ച് പറഞ്ഞ ഇനിയും അതിന് വിടുതലില്ല, നീ വിട്ടുപോകപ്പെട്ടത് കൊണ്ട് നിനക്കിന്ന് ഭവിച്ചു എന്ന് പറഞ്ഞ ചില മേഖലകളിലേക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി നമുക്കായി വെളിപ്പെടുവാനായി പോകുകയാണ്. അന്തരം ഭൗഷകരാജകത്തുരാജബ. ഹല്ലേലൂയ. വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഇന്ന് രാത്രി എനിക്ക് ഓർപ്പിക്കുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് മറ്റൊന്നുമല്ല, ആർക്കാണ് ദൈവം അസാധ്യതകളെ സാധ്യമാക്കി തരുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് നമ്മുടെ ഒരു കുറിച്ചിന്തയായി മാറട്ടെ. ഹല്ലേലൂയ. ആർക്കാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ് ആ കരം വെളിപ്പെടുന്നത്? ആരുടെ നിർജീവമാക്കപ്പെട്ട മേഖലകളിലേക്കാണ് ആ ദൈവശക്തി വ്യാപരിപ്പാനായി പോകുന്നത്? ഹല്ലേലൂയ. glory to God. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണ് ആ ദൈവശക്തി വ്യാപരിപ്പാൻ പോകുന്നെന്നുള്ള യാഥാർത്ഥ്യത ഇന്ന് രാത്രി ഞാൻ ഓർപ്പിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന് 1 മുതൽ 2 വരെയുള്ള വേദവാക്യങ്ങളിൽ പ്രവാചകനായ എസെക്കിയേൽ അടിവരയിട്ട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. ആർക്കാണ് ദൈവം ഈ അത്ഭുതങ്ങളെ ചെയ്യുവാനായി പോകുന്നത്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ആ വാക്യം തന്നെ ഞാൻ ഓർപ്പിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 37:1-2 വാക്യങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ അവൻ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകമായ ഒരു വാക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്കിനെ ഒന്ന് ബന്ധപ്പെടുത്തി ഇന്ന് രാത്രി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ആർക്കാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്? The one who allow himself to grabbed by God. Hallelujah. ദൈവത്തിന്റെ കരങ്ങളാൽ ആത്മാവിനാൽ ഒന്ന് ചുറ്റപ്പെടുവാൻ വ്യക്തിപരമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്കാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് രാത്രി ആത്മാവിന്റെ കരം നമ്മോട് ചലിക്കുവാൻ പറയുമ്പോൾ, ദൈവത്തിന്റെ കരം നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ ചില മേഖലകളിൽ മടികൂടാതെ ആത്മാവിന് മുമ്പാകെ വിധേയപ്പെട്ടു കൊടുത്തുകൊണ്ട് ആത്മാവിന്റെ ഹിതത്തിനായി ആ കരം നടത്തുന്ന വഴികളിലൂടെ പോകുവാൻ ആര് ആത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അവർക്കാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ
ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായ ദൈവമക്കള് ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ദൈവം തന്റെ ഉദ്ദേശത്തിനായി, ദൈവം തന്റെ പ്ലാനുകളുടെ നിവൃത്തികൾക്കായി ദൈവം നമ്മെ കൂടെ വിചാരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നടത്തുവാനായി അവൻ നമ്മെ കരം പിടിച്ചവന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന മേഖലകളിൽ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്ത് അടിയനിതാ എന്ന് പറഞ്ഞ് ആത്മാവിന്റെ നടത്തിപ്പുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രിയിൽ അപ്രകാരം വിധേയപ്പെട്ട ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളോട് ആ വചനത്തിലൂടെ ഒരു മർമ്മം കൂടെ ഞാൻ ഓർപ്പിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവ് ഏതു മേഖലകളിലൂടെ നിന്നെ നടത്തിയാലും, ഉയർച്ചയായാലും താഴ്ചയായാലും, കുന്നുകളായാലും താഴ്വരകളായാലും നീ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിന്നെ നടത്തപ്പെടുന്ന മേഖലകളിൽ ദൈവം ഒരു അത്ഭുതം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിനക്ക് വേണ്ടി ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവ് നടത്തപ്പെടുന്ന മേഖലകളിൽ ദൈവ മക്കൾക്ക് ദൈവത്തിന്റെ ഒരു അത്ഭുതം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് പോലെ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തിയ താഴ്വരയിൽ, ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കല്ല. ഹുഡാരഗാധരേ ജിബേ. ഇന്ന് രാത്രി നീ ആ താഴ്വരയിൽ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ, ഒരു പക്ഷേ നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങളാകാം നീ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ നടത്തിയ നിന്റെ ദൈവത്തിന്റെ കരവും നിന്നെ നടത്തിയ ആത്മാവിന്റെ ശക്തിയും നിന്നോട് കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത് ജീവിതത്തിൽ മറന്ന് പോകരുത്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ നടത്തിയ മേഖലകളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആ താഴ്വരയിൽ നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ആർക്കാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്? രണ്ടാമതായി നാം അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ, മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്രകാരം ഭയാനകവും ദയനീയവും പ്രത്യാശയ്ക്കൊരു വകയുമില്ലാത്ത ഒരു താഴ്വരയിൽ പ്രവാചകനെ നിർത്തിക്കൊണ്ട് ദൈവം അവരോടൊരു ചോദ്യം ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. അതിന് മറുപടിയായി പ്രവാചകന് ദൈവത്തോട് പറയുവാനുണ്ടായിരുന്നത്, അതിന് അവർ യഹോവയായ കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി രണ്ടാമതായി ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ശക്തമായി ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. വളരെ ദയനീയവും ഭയാനകവും പ്രത്യാശയ്ക്ക് വകയില്ലാത്തതുമായ മേഖലകളിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി എന്തായിരുന്നു? നീ അറിയുന്നു യഹോവയായ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ കടന്നു പോകുന്ന മേഖലകൾ ഭയാനപ്പെടുത്തുന്നതും വേദനപ്പെടുത്തുന്നതും നിരാശ വരുത്തുന്നതും, ഹല്ലേലൂയ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതുമായ മേഖലകളിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ, വിശ്വാസത്തിന്റെ, ഹല്ലേലൂയ, അതിന് കവിഞ്ഞ് ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി എത്ര പേർ പറയും, ഹല്ലേലൂയ, നീ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. ശന്തൽ കൗഡബ. ഹല്ലേലൂയ. പലപ്പോഴും ആ ദൈവം നമ്മുടെ ആ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ശക്തി പുറത്തു കൊണ്ടുവരുന്നത് അനുകൂലമായ സാഹചര്യങ്ങൾ നിർത്തിക്കൊണ്ടല്ല, അനുകൂലമല്ലാത്ത പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ നിർത്തിക്കൊണ്ട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചെന്തിനാണെന്നറിയാമോ? ആ അനുഭവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഭയാനകമായ സാഹചര്യങ്ങളിൽ, വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് ഒരു ചോദ്യചിഹ്നമായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ആത്മാവിൽ പകർന്നിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഒന്ന് പുറത്തു കൊണ്ടുവന്നാട്ട്, ഒരു പക്ഷേ എല്ലാം നമുക്കറിയത്തില്ലാകാം, എന്നാൽ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, നിന്റെ വിഷയത്തിന്റെ മറുപടിയായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നിന്റെ വിഷയം ഒന്ന് വിട്ടുകൊടുക്കുവാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. പ്രവാചകൻ എങ്ങനെയാണ് പറഞ്ഞത്? യഹോവേ കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, മാനുഷികമായ തലത്തിൽ അവൻ ആ സാഹചര്യത്തെ നോക്കിയാൽ അസാധ്യമെന്ന് തനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ആ സാഹചര്യത്തെ നോക്കി ആ സാഹചര്യത്തെ കണ്ട് വിധിക്കുകയല്ലായിരുന്നു ആ സാഹചര്യത്തെ. ഹല്ലേലൂയ. താൻ എങ്ങനെയാണ് വിധിച്ചെന്നറിയാമോ? അവൻ കടന്നുപോകുന്ന ആ താഴ്വരയിലോ തനിക്കും നടുവിലുള്ള ദൈവത്തെ അവൻ കാണുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഉടവര ശന്തൽ കൗടവ. ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിലോ നമ്മുടെ ഇടയിലോ നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറമായി നമുക്ക് കാണുവാനുള്ളത് ഹല്ലേലൂയ നമ്മളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, തന്റെ വിഷയത്തിനും തനിക്കും നടുവിലുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാര്യമാണ് താൻ വിളിച്ചു പറയുന്നത്. ഈ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിളിച്ചു പറയും, ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു കർത്താവാണ് നിന്റെ കരങ്ങളെ പിടിച്ചരക്കുന്നത്. അവനാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ നിന്റെ വിഷയത്തിന് നിനക്കും നടുവിൽ നിനക്കായി പ്രവർത്തിപ്പാനായിട്ടുണ്ട്. ഒരിക്കൽ സാറയോട് ദൈവം ഇങ്ങനെ ചോദിച്ചു, ഹല്ലേലൂയ, യഹോവയായ കർത്താവിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18:14 യെരമ്യാ പ്രവചനം 32:27 നാം വായിക്കുന്നു, ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1:37 നാം വായിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. മത്തായി 19:26 നാം വായിക്കുന്നു, മനുഷ്യർക്ക് അസാധ്യം, യഹോവയാൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഒന്ന് നാവുകൊണ്ടൊന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ, ഉടവര ശന്തൽ കൗടവരക, നിന്റെ വിഷയത്തിന്റെ മറുപടി, നിന്റെ വിഷയത്തിന്റെ ഫൈനൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമല്ല, നീയുമല്ല. ഹല്ലേലൂയ. നിന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന നിന്റെ കർത്താവാണ് നിന്റെ വിഷയത്തിന്റെ ഫൈനൽ മറുപടി. ഹല്ലേലൂയ. ലോകം ഒരു പക്ഷേ എന്തും അതിനെക്കുറിച്ച് പറയട്ടെ, കൂട്ടുകാരെന്തും അതിനെക്കുറിച്ച് പറയട്ടെ, വൈദ്യശാസ്ത്രം എന്തും പറയട്ടെ, വിശ്വസിപ്പാൻ യോഗ്യനായ കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ പറ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ, യഹോവയാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കരങ്ങളെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ കർത്താവിലുള്ള നിന്റെ ഹൃദയത്തിലുള്ള ആഴമേറിയ വിശ്വാസം ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കിന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. മൂന്നാമതായി, ഓ ആർക്കാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്? മറ്റാർക്കുമല്ല. അവൻ കൽപ്പിച്ചത് ചെയ്യുവാൻ ആര് തയ്യാറാകുമോ? ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയാണ് ദൈവം തന്റെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന് 7-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഓ 4-ാം വാക്യത്തെ ദൈവം ഒരു ആഹ്വാനം കൊടുക്കുന്നു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവചിച്ചു. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവചിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരാണ് ദൈവമഹത്വം കാണാൻ പോകുന്നത്? ആർക്കാണ് ദൈവശക്തി അനുഭവിപ്പാനായി കഴിയുന്നത്? അത് മറ്റാർക്കുമല്ല, ഹൃദയത്തിന് വിശ്വാസം അടക്കി വെക്കുന്നവർക്കും അല്ല. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നാവിന്മേൽ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ധൈര്യത്തോടെ പറയുവാൻ, ഓ ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രഖ്യാപിപ്പാൻ, ഹല്ലേലൂയ, തയ്യാറാകുന്ന ദൈവമക്കൾക്കാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ഉടമന ശന്തലാരക. നമുക്കുള്ള വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ അടച്ചു വെക്കുവാനുള്ളതല്ല, മറച്ചു വെക്കുവാനുള്ളതല്ല. ഇന്ന് രാത്രി നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന, നിങ്ങളെ തളർത്തുന്ന വിഷയങ്ങൾ, തലമുറകളാകട്ടെ, എന്തുമാകട്ടെ, ആ മേഖലകളിൽ നോക്കി ഒരു വിടുതൽ ഇന്ന് രാത്രി
രാത്രിയിൽ എത്ര പേർ കൽപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ഓ രബ ശന്തൽ കൗഡബബ. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ 17-ാം അധ്യായത്തില്, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ ഈ മല നീങ്ങിപ്പോകും. ഹല്ലേലൂയ. വിശ്വാസം മാത്രം പോരാ, ആ നാവ് കൊണ്ട് ഇന്ന് രാത്രിയിൽ എത്ര പേരൊന്ന് കൽപ്പിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ നാവിന്റെ മേൽ അധികാരം കർത്താവ് തന്നിട്ടുണ്ട് ദൈവമക്കളെ. ഓ പാമ്പിനെ, തേളിനെ, ദുഷ്ടന്റെ സകല ബലത്തെ ചവിട്ടുവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിയപ്പെടും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ നാവിന്മേൽ തന്നിരിക്കുന്ന അധികാരത്തോടെ ഇന്ന് രാത്രി എത്ര പേർ നിങ്ങളുടെ രോഗത്തോടത് മാറുവാൻ കൽപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളെ താഴ്ത്തിക്കളയുന്ന വേദനയെ ഓ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അതിനെ കൽപ്പിച്ചകറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ നാവ് തുറന്ന് അധികാരത്തോടെ ഇന്ന് രാത്രി കൽപ്പിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചതുപോലെ അവൻ പ്രവചിച്ചപ്പോൾ. ഹല്ലേലൂയ. ഓ നീതന്മാരായി. ഹല്ലേലൂയ. ജീവനില്ലാതെ ഹല്ലേലൂയ ശൂന്യമാക്കപ്പെട്ട് ചൂടപ്പെട്ട് കിടന്ന ഈ അസ്ഥികളുടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ജീവനില്ലാത്ത ചില വസ്തുതകളിൽ, മേഖലകളിൽ നാം കൽപ്പിപ്പാൻ തയ്യാറായാൽ ജീവനില്ലാത്തവയ്ക്ക് ചെവിയെ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ചെവിയില്ലാത്ത മലകളോട് കൽപ്പിപ്പാൻ വിശ്വാസത്തോട് നാം തയ്യാറായാൽ ഹല്ലേലൂയ ചെവി തുറന്ന് കേൾപ്പിക്കുവാൻ മലകളെ ദൈവം ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അക്കരമുയർത്തേ ഓ നിങ്ങളെ വേദനപ്പെടുത്തുന്ന മേഖലകളിലേക്കൊന്ന് കൽപ്പിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു? ആ ദൈവ പ്രവർത്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഓ ഗ്ലോറി. ദൈവ പ്രവർത്തി ദൈവം അവിടെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രി വളരെ കേട്ട ജനത്തിന്റെ പേര് ഹല്ലേലൂയ ഓ ആ ദൈവ പ്രവർത്തി ഉണ്ടാകുവാൻ നാം ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറയിൽ നാം ഭാരപ്പെടുന്ന ഏത് മേഖലകളിലും ഇന്ന് രാത്രി ആത്മാവിന്റെ ഹിതത്തിനായി ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവന് ദൈവമഹത്വം കാണുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. അതിന് കവിഞ്ഞൊന്ന് ഈ വലിയവനായ ദൈവത്തെ വിശ്വസിപ്പാൻ ആര് തയ്യാറാകുമോ? ഹല്ലേലൂയ. അവർക്കായി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഓ കേവലം വിശ്വാസം മാത്രമല്ല, ആ നാവിന്മേൽ തന്നിരിക്കുന്ന അധികാരത്തോട് നാവിലൂടെ ചില പ്രഖ്യാപനങ്ങൾ വിശ്വാസത്തോടെ പറയുവാൻ ആര് തയ്യാറാകുമോ? ഹല്ലേലൂയ. നിങ്ങൾക്കായി നിർജീവമാക്കപ്പെട്ട ചില മേഖലകളിലേക്ക് ഇന്ന് രാത്രി ദൈവശക്തയെ വ്യാപരിപ്പാനായി പോകുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഓ രാബാന ശന്തൽ കൗഡാബാബ. വിശ്വസിക്കുന്നവരാരും ഇന്ന് രാത്രി മൗനമായിരിക്കാതെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്നവരുടെ കരങ്ങളിൽ ഒന്ന് മുറുകെ പിടിച്ചാട്ട്. ഒന്ന് പിടിച്ചാട്ട്. ഓ ദൈവമക്കൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി ഈ ഓൺലൈൻ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി വന്ന സകല വിശുദ്ധന്മാരെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഓ ഞങ്ങൾക്കായി ഉള്ളതോർത്ത്, ഇന്നും ജീവിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് രാത്രി ചലനമറ്റ് കിടക്കുന്ന, ജീവനില്ലാത്ത അനുഭവത്തിൽ കിടക്കുന്ന, ഹല്ലേലൂയ, ചിതറപ്പെട്ട് കിടക്കുന്ന, ഹല്ലേലൂയ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, ഹല്ലേലൂയ, ഭാരപ്പെടുത്തുന്ന ചില മേഖലകളിലേക്ക് ആ ദൈവശക്തി ഒന്ന് വ്യാപരിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന്റെ വിടൽ ഇന്ന് രാത്രിയിൽ നിന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഓ ഉന്നതനായ എല്ലാ മുട്ടും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില രോഗങ്ങൾ വിട്ടുമാറട്ടെ, ചില ഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഭാരപ്പെടുത്തുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനിടയാകട്ടെ.
ഹല്ലേലൂയ. ഒരു വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്വത്രം. ഈ അനുഗ്രഹങ്ങളോട് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചാട്ട് യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ചോദിക്കുന്നു. ദൈവോടെ കേൾക്കുമാറാകണമേ. ദൈവമെല്ലാം ഒന്ന് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ.